ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് നമ്മൾ കിയയുടെ ഒരു പുതിയ SUV ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അതിലെ ഓടി നടക്കുന്നത് അതിനെപ്പറ്റി ന്യൂസ് കേൾക്കുന്നുണ്ട്. അതുപോലെ കുറേ സ്പൈ ഷോട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു സ്പൈ ഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നമുക്ക് ഏകദേശം ഈ ഒരു ഫോട്ടോയിൽ കാണാം. പക്ഷേ എന്നാൽ ഫൈനലി ഇപ്പോൾ കിയ തന്നെ ഈ ഒരു വാഹനം ടീസ് ചെയ്തിരിക്കുകയാണ്. ആദ്യം അവരൊരു ടീസർ ഇറക്കി ഇതിൻ്റെ സൈഡും റിയർ പ്രൊഫൈലും ചെറുതായിട്ട് കാണിച്ചുകൊണ്ട്, അത് കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ ദിവസം അവരിതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലും കൂടെ കാണിച്ചു. അതുപോലെ പേരും ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സീറോസ് എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. SYROS എന്നാണ് സ്പെല്ലിംഗ് വരുന്നത്. ഇതിന് മുന്നേ അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പേര് തന്നെയാണ്. രണ്ട് പേരുകൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ക്ലാവിസ് ആണ്, പിന്നെ വരുന്നത് സിറോസ് എന്ന് പറയുന്ന ഈ ഒരു പേരാണ്. ഇതിലിപ്പോൾ ക്ലാവിസ് ചിലപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിന് വേണ്ടിയുള്ള പേരായിരിക്കാം, ഓർ ഇതിൻ്റെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ പേരായിരിക്കും. എന്തായാലും നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ വരാൻ പോകുന്ന പെട്രോൾ ഓർ ഡീസൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വാഹനത്തിൻ്റെ പേര് സിറോസ് എന്ന് തന്നെയായിരിക്കും. അത്യാവശ്യം നമ്മുടെ ഒരു കിയയുടെ നെയിമിംഗ് പാറ്റേൺ വെച്ച് ഫോളോ ചെയ്ത് പോകുന്ന പേരാണ്. ഇപ്പോൾ ഇന്ത്യയിലെ SUVs അവരുടെ നോക്കുകയാണെങ്കിൽ സെൽട്ടോസ് ഉണ്ട്, സോണറ്റ് ഉണ്ട്, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ വണ്ടി. ആൻഡ് ഇതിന് മുന്നേ ഒരു സ്പെക്കുലേഷൻ എന്തായിരുന്നെന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ സോണറ്റിന് താഴെ എക്സ്റ്റർ ബേസ്ഡ് ആയിട്ട് വരുന്ന SUV ആയിരിക്കും എന്നായിരുന്നു. വേറൊരു സ്പെക്കുലേഷൻ സോണറ്റിൻ്റെയും സെൽട്ടോസിൻ്റെ ഇടയിൽ ഒരു കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു ഓഫറിംഗ് എന്നുള്ള രീതിയിൽ വരുന്നൊരു SUV ആയിട്ടായിരിക്കും എന്നാണ്. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് സ്പെക്കുലേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ സെൽട്ടോസിൻ്റെയും സോണറ്റിൻ്റെ ഇടയിൽ വരുന്ന ഒരു പ്രീമിയം ഓഫറിംഗ് ആയിരിക്കും ഇത് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും എക്സ്റ്റർ പോലെ തോന്നുന്നില്ല. സ്പൈ ഷോട്ട്സിലൊക്കെ ഇതിന് മുന്നേ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പം കുറച്ചുകൂടെ വലുപ്പം തോന്നുന്നുണ്ട്. ഈ വണ്ടി സബ് 4 മീറ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും നമുക്കിപ്പോഴും കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ ഇത് ലോഞ്ച് ചെയ്യും. ആൻഡ് ഇവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ടീസറാണിത്. ഈ വണ്ടിയുടെ ഡിസൈൻ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഇത്തിരി വിയർഡാണ്, ഓർ മേ ബി കുറച്ച് ഓവർ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറയാം. നമുക്കിതിനകത്ത് ടോപ്പ് പോർഷനിൽ ലൈറ്റേ വരുന്നില്ല. ഇത്രയും കാലം നമ്മൾ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് എന്ന് പറയുന്ന ടോപ്പ് പോർഷനിൽ DRLസും താഴത്തെ പോർഷനിൽ മെയിൻ ഹെഡ് ലാംപ്സും കാണുമായിരുന്നു. ഈ വണ്ടിയിൽ പക്ഷേ മുകളിലൊന്നുമില്ല. അതിന് പകരം താഴത്താണ് ലൈറ്റിംഗ് സെറ്റപ്പ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. 3 LED പാറ്റേൺ പോലെയാണ് ഈ വാഹനത്തിന് ലൈറ്റ്സ് വരുന്നത്. ആൻഡ് അതിൻ്റെ എഡ്ജിലായിട്ടാണ് നമുക്കിതിൻ്റെ DRLസിൻ്റെ പാറ്റേൺ വരുന്നത്. അതും വെർട്ടിക്കലായിട്ടുള്ള DRLസ് ആണ്. ടോപ്പ് പോർഷനിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോണറ്റിൻ്റെ കട്ടൗട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു ലൈറ്റിംഗ് സ്കീം എല്ലാവർക്കും എന്തോരം ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് അവർ പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഫ്രണ്ടിൽ നോക്കുമ്പം ഇതിൻ്റെ ORVMസിന് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബൾജിങ് കാണാം. സോ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈൽ അവർ ടീസ് ചെയ്തിരിക്കുന്ന എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് പോലെയാണ് ഇപ്പോൾ ടീസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ വണ്ടിയിൽ അവർ ക്യാമഫ്ലാജ് ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതിൽ അത് ഡോർ ഹാൻഡിൽസ് ഒക്കെ കവേർഡ് ആയിരുന്നു. സോ മിക്കവാറും ഇതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സൈഡ് പ്രൊഫൈലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് B പില്ലറിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഫ്രണ്ടിലത്തെ ഡോറും ബാക്കിലത്തെ ഡോറും ആ ഒരു രണ്ടും കൂടെ ഒന്നിങ്ങനെ മെർജ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷേ എന്നാൽ C പില്ലറിലേക്ക് വരുമ്പം അത് ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ട് എല്ലാം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലത്തെ ഒരു തീമാണ് അവർ കൊടുത്തിരിക്കുന്നത്. എഗെയിൻ നമുക്ക് ഇത്തിരി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തീമാണ് വരുന്നത്. ആൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. ORVMs ആണെങ്കിൽ പോലും നമ്മൾ ഇതുവരെ കിയയുടെ ഇന്ത്യയിലുള്ള വണ്ടികളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ പാറ്റേണിൽ വരുന്ന ORVMs ആണ്. ആൻഡ് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റൂഫ് റെയിൽസ് കാണാം. എഗെയിൻ ഞാൻ പറയുന്നു, ലെങ്ത് ഇപ്പോഴും കൺഫേംഡ് അല്ല. ചിലപ്പോൾ 4.1 ഓർ 4.2 മീറ്റേഴ്സിനടുത്ത് ലെങ്ത് ഈ വാഹനത്തിന് വന്നേക്കാം. ഇനി ഈ വണ്ടി സബ് 4 മീറ്റർ ആണെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും സോണറ്റിനേക്കാൾ പ്രീമിയം പൊസിഷനിൽ വരുന്നതുകൊണ്ട് ഇവർ മെയിനായിട്ട് റിയർ സീറ്റ് എക്സ്പീരിയൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം സോണറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാക്കിൽ ഒരുപാട് സ്പേസ് ഇല്ല, റിക്ലൈൻ ആംഗിൾ കുറച്ച് സെപ്പറേറ്റ് ആണ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിയിൽ പക്ഷേ വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബാക്കിൽ ഇത്തിരി കൂടെ സ്പേസ് ഫോക്കസ് ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവർ പിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈവൻ നമ്മൾ റിയർ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനും റിയർ പ്രൊഫൈലിൻ്റെ ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള L ഷേപ്പിലുള്ള ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതും ടോപ്പ് പോർഷനിലായിട്ട് ാണ് മെയിൻ ലൈറ്റ് സെറ്റപ്പ് വരുന്നത്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നും പ്രത്യേകിച്ച് ലൈറ്റൊന്നും ഇല്ല. ആക്ച്വലി ഏറ്റവും ലോവർ ബോട്ടം പോർഷനിൽ നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് വരുന്നുണ്ട്, റിവേഴ്സ് ലൈറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ. അത് ടെസ്റ്റിംഗ് വണ്ടിയിലുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നമ്മുടെ LED ലൈറ്റ്സ്, ബ്രേക്ക് ലൈറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്തായാലും മുകളിലായിരിക്കും വരുന്നത്. അതിപ്പോൾ നമ്മുടെ പണ്ട് കുറേ വണ്ടികൾ ഇങ്ങനെ മുകളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ടാറ്റയുടെ പണ്ടത്തെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും, ഇൻഡിക്ക ആയിക്കോട്ടെ, വിസ്റ്റ ആയിക്കോട്ടെ, അങ്ങനത്തെ വാഹനങ്ങളൊക്കെ, പിന്നെ പുണ്ടുവർ അങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ച് വാഹനങ്ങളിൽ ഈ ഒരു മുകളിൽ വരുന്ന ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഈ വണ്ടി എന്തായാലും കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് കംപ്ലീറ്റ്ലി LED വളരെ തിന്നായിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ക്ലാവിസ് എന്ന് പറഞ്ഞ പേര് അവർ ഈ വാഹനത്തിന് ആദ്യം ഉപേക്ഷിക്കാനുള്ള വേറൊരു റീസൺ കൂടെ ഉണ്ട്. കിയയുടെ ഇന്ത്യയിൽ നെയിമിംഗ് സ്കീം നമ്മൾ നോക്കുകയാണെങ്കിൽ SUVs എല്ലാം S വെച്ചും, അതുപോലെ കാരൻസ് എന്ന് പറയുന്ന MPV ഉണ്ട്, കാർണിവൽ ഉണ്ട്, ഇതെല്ലാം ഒരു C വെച്ച് തുടങ്ങുന്ന പാറ്റേണിലാണ് കിടക്കുന്നത്. അതായത് MPVs ആയിട്ടാണ് അവർ C എന്ന് പറയുന്ന ലെറ്റർ അസോസിയേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്. ഇപ്പോൾ സ്കോഡയ്ക്കൊക്കെ ഒരു ടിപ്പിക്കൽ നെയിമിംഗ് ഫിലോസഫി ഉണ്ടല്ലോ, K വെച്ച് സ്റ്റാർട്ട് ചെയ്ത് Q വെച്ച് അവസാനിക്കുന്ന SUVs. അങ്ങനെയൊക്കെ പറയുന്ന പോലെ കിയയുടെ ഇന്ത്യയിലുള്ള ഒരു നെയിമിംഗ് ഫിലോസഫി ആയിട്ട് അവർ എടുത്തു. അപ്പോൾ പിന്നെ ഇനി ഈ വാഹനത്തിന് ക്ലാവിസ് എന്ന് പറഞ്ഞ പേരിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനൊരു MPV ആയിട്ട് എടുക്കും
എടുക്കുമോ എന്ന് വിചാരിച്ചായിരിക്കാം അവർ ചിലപ്പോൾ അത് മാറ്റിയിട്ട് സെറോസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ പേരിലേക്ക് പോയിരിക്കുന്നത്. ഇതും മോശം പേരൊന്നും അല്ല, നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് അവരുടെ SUV പേര് പോലെ തന്നെ തോന്നും. ഈ വാഹനത്തിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. സപ്പോമീറ്റർ ആണെങ്കിൽ എന്തായാലും സോണറ്റിൽ വരുന്ന പവർ ട്രെയിൻ ഓപ്ഷൻസ് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തും അവർ ക്യാരി ഓവർ ചെയ്യാൻ പോകുന്നത്. ഇനി ഇത്തിരി പ്രീമിയം പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് 1.2 NA ബേസിക് വേരിയൻ്റ് ആയിട്ട് കൊടുക്കാതിരിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. കാരണം 1.2 NAയിലാണ് സോണറ്റിൻ്റെ ബേസ് മോഡൽ വരുന്നത്. അത് 8 lakhs അടുത്ത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണത്. അത്യാവശ്യം ആൾക്കാർ വാങ്ങുന്നുമുണ്ട്, കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് പവറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആൾക്കാർ 1.2 NA എടുക്കും. അതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ 83 PS പവറും അതുപോലെ 114 Nm ടോർക്കൊക്കെ ഉണ്ട്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് എഞ്ചിനാണ് ഈ പ്രൈസ് പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ. നേരെ മറിച്ച് അപ്പുറത്തെ സൈഡിൽ നെക്സോൺ ടർബോ ഉണ്ട്, XUV3 XO ടർബോ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കൈലാക്കിൻ്റെ ടർബോ അധികം വൈകാതെ തന്നെ ഈ സെയിം പ്രൈസ് പോയിന്റിൽ വരുന്നുണ്ട്. സോ അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ എഞ്ചിൻ വൈസ് ആ പറയുന്ന വണ്ടികളൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ആ ഒരു ഓവറോൾ എക്സ്പീരിയൻസിന് വേണ്ടി ഹ്യുണ്ടായും അതുപോലെ കിയയുടെയൊക്കെ 1.2 NA കോമ്പാക്ട് SUVs സപ്പോമീറ്റർ SUVs അവർ ചൂസ് ചെയ്യും. ഈ വണ്ടി ഇപ്പം സോണറ്റ് 8 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എക്സ്ഷോറൂം ഈ വണ്ടി ഏകദേശം ഒരു 9 lakhs അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. അതിലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് സപ്പോമീറ്റർ SUVസും അബോഫോമീറ്റർ SUVസും അത്യാവശ്യം നന്നായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് പ്രൈസിൻ്റെ കേസിൽ. ഇപ്പോൾ സോണറ്റിൻ്റെയൊക്കെ ടോപ്പിന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ സെൽട്ടോസിൻ്റെ മിഡിൽ വേരിയൻ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആൾക്കാർ ഫീച്ചേഴ്സ് വൈസ് നോക്കിയിട്ടാണ് ഇപ്പം വണ്ടികൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ വണ്ടിയും കൂടെ അതിൻ്റെ നടുവിൽ അവർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കൂട്ടുകയുള്ളൂ. ഇപ്പം മിക്കവാറും ഇവരുടെ 3 വാഹനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാനിമലൈസ് ചെയ്യാനുള്ള ചാൻസും കൂടും അങ്ങനെ വരുമ്പോൾ. കാരണം ചിലപ്പോൾ സോണറ്റിൻ്റെ ടോപ്പ് എൻഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ സെൽട്ടോസിൻ്റെ മിഡിൽ വേരിയൻ്റ് കിട്ടുമെങ്കിൽ ഈ വണ്ടിയുടെ സെക്കൻഡ് ടോപ്പ് ചിലപ്പോൾ കിട്ടും സെറോസിൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെയും സംഭവങ്ങളെല്ലാം കൊളാവും. പിന്നെ ഇത് കുറച്ചുകൂടെ പ്രീമിയം പ്ലേസ്മെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് സെൽട്ടോസിലുള്ള കുറേയൊക്കെ ഫീച്ചേഴ്സും ഈ വാഹനത്തിലേക്ക് അവർ കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പാനറോമിക് സൺറൂഫിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല. പക്ഷേ എന്നാൽ ബാക്കി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഈ വാഹനത്തിന് സൈസ് തോന്നുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിലും എന്തായാലും ഉണ്ടാവും. കിയ ആയതുകൊണ്ട് അവർ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരിക്കലും കോസ്റ്റ് കട്ട് ചെയ്യാറില്ലല്ലോ. പിന്നെ ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ഇതനുസരിച്ച് ഈ വാഹനത്തിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇലക്ട്രിക് പവർ ട്രെയിനും കൂടെ അവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ടെസ്റ്റ് ചെയ്യുന്ന മോഡൽ ഇലക്ട്രിക് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ ഒന്നുമില്ല. കാരണം മിക്ക വണ്ടികളും ചിലരൊക്കെ എക്സോസ്റ്റ് ആണ്, ചിലരൊന്നും ഒന്നും കാണില്ല, ചില സ്പൈ ഷോട്ടിൽ തന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനം. ഒരുപാട് സർപ്രൈസ് എലമെൻറ്റ്സ് ഈ വാഹനത്തിലുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ പൊതുവെ ആരും ഇതുവരെ വണ്ടി ഇറക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവരിത് ഇറക്കി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ മറ്റ് പല കമ്പനികളും ഈ സെഗ്മെൻറ്റിൽ വണ്ടി ഇറക്കി ട്രൈ ചെയ്യുമായിരിക്കും. അതായത് ഒരു അപ്പർ സപ്പോമീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ കാറ്റഗറി. ഇനി ഈ വണ്ടി സപ്പോമീറ്ററിന് മുകളിൽ പോവുകയാണെങ്കിൽ അത് വീണ്ടും പുതിയൊരു സെഗ്മെൻറ്റ് ഓപ്പൺ അപ്പ് ആയി. പക്ഷെ അങ്ങനെ പോകാനുള്ള കാര്യമില്ല. കാരണം സപ്പോമീറ്റർ റൂൾ അപ്പം മാറിക്കിട്ടും. അതായത് ടാക്സിൻ്റെ ഒക്കെ ഒരുപാട് വ്യത്യാസം വരും. ഇപ്പോൾ സപ്പോമീറ്റർ വണ്ടികൾ എടുക്കുകയാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി 8% ആണ് വരുന്നത്. സപ്പോമീറ്റർ മാത്രമായിട്ട് കാര്യമില്ല. എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് പെട്രോൾ ആണെങ്കിൽ 1.2 താഴെ വരണം, ഡീസൽ ആണെങ്കിൽ 1.5 താഴെ വരണം. പക്ഷേ അതേസമയം അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ സപ്പോമീറ്റർ റൂളിൽ പെടുന്നില്ലെങ്കിൽ 20% എക്സൈസ് ഡ്യൂട്ടി വരും. 16 to 20%, 24% വരെ മാക്സിമം വരുന്നുണ്ട്. സോ അതൊക്കെ വെച്ചിട്ടാണ് കമ്പനികൾ ഈ സപ്പോമീറ്റർ വണ്ടികൾ ഇറക്കുന്നത്. എന്തായാലും ഇതിൻ്റെ റിവ്യൂവിൽ നമുക്ക് ഈ വരുന്ന ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം. ലോഞ്ച് അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.